ആഴങ്ങളിൽ. ആഴമേറിയ കടലിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി ജോർജ്. വളരെ ശക്തമായ മത്സ്യബന്ധന അനുഭവങ്ങൾക്ക് ഉടമയാണ് ജോർജ്. നിരവധി അപകടങ്ങളിൽ ദൈവം രക്ഷയ്ക്കെത്തിയ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ആഴിയിൻ ആഴങ്ങളിലൂടെ ജോർജ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോർജ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് പഠിത്തം നിർത്തി കടലിൽ പോകാൻ തുടങ്ങിയത്. എൻ്റെ ചേട്ടൻ്റെ കൂടെ, എൻ്റെ ചേട്ടൻ എന്നെ ആദ്യമായിട്ട് കടലിൽ കൊണ്ടുപോകാം. ആ ചേട്ടൻ മരിച്ചുപോയി. അതിന് മൂത്ത ചേട്ടനുണ്ട്. പുള്ളിയാണ് എന്നെ പണി പഠിപ്പിച്ചത്. എന്നെ ആദ്യമായിട്ട് കടലിൽ കൊണ്ടുപോകുന്നത് എൻ്റെ 2ാമത്തെ ചേട്ടനാണ്. പണിയൊക്കെ പഠിപ്പിച്ചു തന്നതും പറഞ്ഞു തന്നതും വെള്ളമായാലും നീരായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്, മീൻപിടുത്തത്തിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു തന്നത് എൻ്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരു 3 വർഷം ഒഴിച്ചാൽ ഞാൻ കടലിൽ തന്നെ ജീവിതം. 5 ദിവസം 6 ദിവസം 7 ദിവസം 15 ദിവസമൊക്കെ കുടുംബം കര വന്നിട്ടുണ്ട്. ഇപ്പോഴും 15 ദിവസം ഒരു റിസർച്ചിന് വേണ്ടി പോയി 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കര വന്നത്. അവരൊക്കെ ഇപ്പോൾ 63 വയസ്സുണ്ട്. ഇപ്പോഴും ഇത് തന്നെ പണി, ജോലി മീൻപിടുത്തം തന്നെ ജോലി. എല്ലാ പേരൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു കൊച്ചി പലക അടിച്ച വീടാണ് താമസിക്കുന്നത്. ഒരു പടമുണ്ട്, തിരുവനന്തപുരത്തെ പടമുണ്ട്, മാതാവിൻ്റെ പടമുണ്ട്. പടം വെച്ച് പടത്തിന് മുമ്പിൽ തിരി കത്തിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് അമ്മയെ വിളിച്ചോളത്ത് വിടുന്നത്. ഏകദേശം 2 മണിയായി. പ്രാർത്ഥിച്ചിട്ട് അമ്മയും മക്കളും വന്ന് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകാനായിട്ട് പോയി. അവിടെ ചെന്ന് ബോട്ടിൽ കയറിയപ്പോഴത്തേക്ക് ബോട്ടിനകത്ത് നിറച്ച് വെള്ളം കിടക്കും. അപ്പോൾ ഇത് പറ്റിക്കണം. ഒരു പാട്ട എടുത്തിൻ്റെ കയ്യിൽ തന്ന് ചേട്ടൻ തന്നിട്ട് പറയാം വെള്ളം കോരി കളയാൻ. വെള്ളം കോരി കളയുന്നത് കാണിച്ചത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങി കടലിൽ പോയി വലയൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഛർദിലുണ്ട്. ഛർദിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഛർദിച്ചു. ഇഷ്ടംപോലെ ഒത്തിരി നാൾ, ഒരു 1-2 ആഴ്ച ഞാൻ ഛർദിലായിരുന്നു. എന്നിട്ടും പണി പഠിക്കണമെന്നുള്ള ആഗ്രഹം പഠിച്ച്. എൻ്റെ മൂത്ത ചേട്ടൻ അന്ന് വലിയ ബോട്ടിലെ ശ്രാങ്ക് മൂത്ത ചേട്ടൻ്റെ കൂടെ പോയി. ചേട്ടൻ കൊണ്ടുപോയി. ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിച്ച്. പട്ടിണി ദാരിദ്ര്യമാണ്. മാറിയിടാൻ ഒരു നിക്കറില്ലാത്ത, ഒരു നിക്കർ നമ്മൾ ജോലിക്ക് ഇട്ടുകൊണ്ട് പോയിക്കൊണ്ട് വന്നാൽ പിന്നെ നമുക്കൊരു തോർത്തെടുത്തോണ്ട് ഈ നിക്കർ കഴിയിടാൻ പറ്റും. വേറെ ഒരെണ്ണം മേടിച്ചിടാനുള്ള കാശോ സാമ്പത്തികമോ ഇല്ല. അന്ന് ഈ ജോലി ചെയ്ത് എന്തെങ്കിലും അമ്മയും ചേട്ടനൊക്കെ ജോലി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നേരത്തെ ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ ഞങ്ങളൊക്കെ ജോലിക്കാരായതിനു ശേഷമാണ് ഞങ്ങളൊക്കെ വയറ് നിറച്ച് ആഹാരം കാണാനോ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം മേടിച്ചിടാനോ ഒക്കെ തുടങ്ങിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മക്കളൊക്കെ ജീവിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ വസ്ത്രങ്ങളും ഇഷ്ടംപോലെ കാശുകളും എല്ലാം ഉണ്ട്. അവർക്ക് ആഹാരമായാലും ആഹാരമായാലും എല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിച്ച് ഞങ്ങൾ ജീവിച്ച കാലഘട്ടമുണ്ട്. ഒരു നേരത്തെ പോലും കിട്ടാതെ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. മൺസൂൺ കാലം വരുമ്പോഴത്തേക്ക് ബോട്ടുകളൊന്നും പോകത്തില്ല. നമുക്ക് കഞ്ഞി വയ്ക്കാൻ കാശ് കാണത്തില്ല. വീട്ടിലരി കാണത്തില്ല. കഞ്ഞി വയ്ക്കാൻ ഒരു നിർവാഹമില്ലാതെ പട്ടിണി കിടന്ന കാലഘട്ടങ്ങളുണ്ട്. ഇന്നിപ്പം കാലം മാറി. ഇവിടെ മക്കളൊക്കെ ആ രീതിയിലല്ല ജീവിച്ചത്. ഈ 3 പെൺമക്കളായിരുന്നു. 3 പേരെയും വിവാഹം കഴിച്ചയച്ച് അതിലൊരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അതെല്ലാം ജോലി ചെയ്ത് തീർത്ത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ ജീവിതം തുടങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഞാനും എൻ്റെ ഭാര്യയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം തരണം ചെയ്തിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുള്ളത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. എൻ്റെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി, ഞാൻ 86-ൽ കല്യാണം കഴിച്ചതാണ്. എൻ്റെ ജീവിത പങ്കാളി അന്നും ഇന്നും ഏത് സമയത്തും അയാൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അയാൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ഇന്നത് പ്രാർത്ഥിക്കണം വെച്ചാൽ ഇന്നത്തെ ദിവസം ഇന്നത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു തരും. അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കുറവാ എങ്കിലും ഞാനും പ്രാർത്ഥിക്കും. അയാളുടെ അത്രയും ഇല്ലെങ്കിലും ഞാനും പ്രാർത്ഥിക്കും. ഈ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകളിലൂടെ നേടിയെടുത്ത ജീവിതമാണ് ഇന്ന് ഞങ്ങളിന്ന് ജീവിക്കുന്നത്.
ആത്മഹത്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ ഞങ്ങളൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ രണ്ടുപേരും 83 ശ്രാങ്കായിട്ട് പോകാൻ തുടങ്ങിയത്. അന്നേരം എൻ്റെ ഭാര്യയുടെ അപ്പൻ എന്നെ കണ്ട് ഞാൻ നല്ല ചെറുപ്പത്തിൽ ശ്രാങ്കായിട്ട് വന്നു തുടങ്ങിയപ്പോൾ പുള്ളി ശ്രാങ്ക. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ട് പരിചയപ്പെട്ട് അപ്പോൾ എൻ്റെ ചിറ്റപ്പനുമായിട്ട് അന്ന് എൻ്റെ ചിറ്റപ്പൻ്റെ ബോട്ടിൽ പോയി എൻ്റെ ചിറ്റപ്പനുമായിട്ട് സംസാരിച്ച് എൻ്റെ ജീവിത പങ്കാളി ജോളി എന്നാണ് അയാളുടെ പേര്. ആ മോളെ കൊണ്ട് കല്യാണം. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജോളി എന്നാണ്. ജോളി അയാൾക്ക് ഏതാണ്ട് 17 വയസ്സേ കാണത്തുള്ളൂ. എനിക്കൊരു 23 വയസ്സ്. ഞാൻ 23 വയസ്സിലാണ് ഞങ്ങളുടെ കല്യാണം. ഈ കല്യാണം ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 21 വയസ്സ് ഒക്കെ കാണത്തുള്ളൂ. 2 വർഷം ആലോചിച്ച് വെച്ചിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പം അയാളുടെ അപ്പൻ കൊച്ചപ്പനുമായിട്ട് എൻ്റെ അപ്പൻ അനിയനുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ പെണ്ണ് കാണുന്നതും കല്യാണം ഉറപ്പിക്കുന്നതല്ല. കല്യാണം കഴിഞ്ഞ് 86 കല്യാണം കഴിഞ്ഞ് 86 കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചു. ഞങ്ങൾ 3 മക്കളൊക്കെ ഉണ്ടായി. അത് കഷ്ടപ്പെട്ടൊക്കെ മുമ്പോട്ട് പോയി. പിന്നെ ജീവിതത്തിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരുപാട് കാശുണ്ടായി. അപ്പോൾ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി സന്തോഷമായിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നു. അത് 3 മക്കളെ കെട്ടിക്കുന്നിടം വരെ സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു. 3 മക്കളെ കെട്ടിച്ച് തീർന്നപ്പോൾ ഒരുപാട് കടങ്ങൾ വന്നു. ആ കടത്തിൽ നിന്നെല്ലാം ഞങ്ങളുടെ കുടുംബം വരെ വിറ്റ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ആ കടത്തിൽ നിന്നെല്ലാം അത് ജോലി ചെയ്ത് ഞങ്ങൾ മുന്നേറി കടമെല്ലാം തീർത്ത്. ഞങ്ങൾക്ക് കടം വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. പള്ളിയിൽ പോകാനായാലും ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ കെട്ടിച്ചേക്കുന്നത് പള്ളിയുടെ അടുത്താണ്. അവിടെ ചെന്നിരുന്ന് ആ വീട്ടിൽ താമസിക്കുമ്പോഴും പള്ളിയിലോട്ട് കയറിയിരുന്ന് പ്രാർത്ഥിക്കും. അല്ലെ ആ വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് പ്രാർത്ഥനയിലാണ് ശരണം. പ്രാർത്ഥിക്കാനേ സമയമുള്ളായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ പ്രാർത്ഥനയിൽ ആയിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു ജീവിതമാണ് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തൊരു ജീവിതമല്ല. ഇന്നിപ്പം ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് തന്ന ഒരു ജീവിതം. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുക. ഞാൻ കടലിലാണെങ്കിലും കരയ്ക്കാണെങ്കിലും ഒരു ദിവസം രാവിലെയും വൈകിട്ടും കൂടെ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം. ഒരു രാവിലെ ഒരു 1.5 മണിക്കൂർ എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിയാം. അതിനൊക്കെ തന്നെ വൈകുന്നേരം രാത്രി സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറൊക്കെ എടുക്കും എൻ്റെ പ്രാർത്ഥന എല്ലാം തീർന്ന് ബൈബിളൊക്കെ വായിച്ച് തീരുമ്പോഴത്തേക്ക്. അത് കടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ സമയത്താണെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണ് എൻ്റേത്. അന്നേരം എൻ്റെ അടുത്ത് ആരും സംസാരിക്കാനായിട്ട് എൻ്റെ ബോട്ടിൽ പോകുന്നവരായാലും ഒന്നും വരത്തില്ല. ആരും സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് വീലസിനകത്ത് വരത്തില്ല. അവർക്കറിയാം ഞാൻ ജപമാല എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂറിനടുത്തേക്ക് ആരും വരാൻ പാടില്ലെന്ന്. ഒരു 8-9 വർഷം കൊണ്ട് എൻ്റെ കൂടെ ജോലിക്ക് വരുന്നവർ തന്നെ അവർക്കറിയാവുന്നതാണ് എൻ്റെ രീതികളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആരും വരത്തില്ല. എനിക്കൊരു ശല്യം ഉണ്ടാകത്തില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുത്തത്തില്ല. കരയ്ക്ക് വന്ന് നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെറുമക്കളാരെങ്കിലും വന്ന് തന്നെ ശല്യം ചെയ്യുമെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഭാര്യയ്ക്കറിയാം, മക്കൾക്കറിയാം, പപ്പ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പിന്നെ വരത്തില്ല അവരാരും. 2-3 ദിവസം കഴിഞ്ഞല്ല, ഞങ്ങളൊക്കെ വരുന്ന 6-7 ദിവസം കഴിഞ്ഞാണ്. ഞങ്ങൾ ജോലിക്ക് പോകാൻ 6-7 ദിവസം 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. 5 ദിവസം 6 ദിവസം 7 ദിവസം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കയറും. അപ്പോൾ ഞങ്ങൾ കര വരുന്ന ദിവസമാണ് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സമയം കിട്ടുന്നത്. പറ്റിയാൽ സമയം കിട്ടിയാൽ അല്ലെ ക്ഷീണമില്ല, ഉറക്കത്തിൻ്റെ ക്ഷീണമില്ലെങ്കിൽ ഞങ്ങൾ ഓടി പള്ളിയിൽ പോകും, കുർബാന കാണും, ബലിയർപ്പിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതില്ലാതെ ഒരു മത്സ്യത്തൊഴിലാളിയും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്, പ്രാർത്ഥനയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആയുധം. അത് ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികൾ കാണത്തില്ല. അത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളായാലും ഹിന്ദുക്കളായാലും അവരുടേതായ പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കും. അപകടം വരുന്നതിന് മുമ്പ് നമുക്കത് മനസ്സിലാവും. ഈ വെള്ളത്തിൽ മാറ്റം വരുമ്പം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒരുപാട് കാലം കൊണ്ട് പൊട്ടി പോകുന്ന ആളാണ്. ഞാൻ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളാണ്. വെള്ളത്തിൽ മാറ്റം വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. കോഴിയൊക്കെ വരുന്ന സമയത്ത് രാത്രി വല വലിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ വലയ്ക്ക് പെട്ട ചരക്കല്ല രണ്ടാമത്തെ വലയ്ക്ക് പെട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറയുന്നില്ല, 4 പകലും 5 നൈറ്റുമായി നമുക്ക് ഓടി കയറാം. വെള്ളത്തിൻ്റെ ഒരു മാറ്റം പോലെ കാണിക്കുക, നമുക്ക് ഓടി കയറാനാന്ന് പറഞ്ഞാൽ ഇല്ല, ഞാനീ രാത്രിയും മരിച്ച് നാളെ പകലും മരിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓടി കയറാൻ വന്ന് ചരക്ക് കൊടുത്തിരുന്നതിന് മുമ്പേ ഓകി വന്ന് കാറ്റടിക്കാച്ചാൽ എന്ത് ചെയ്യണം, ഞങ്ങളുടെ വലമ്പോട് കുത്തി കളയാണ്ട് ഓടി കയറാവാടാന്ന് പറഞ്ഞു. നമുക്ക് വെള്ളത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ചരക്കിന് മാറ്റം വരും, വെള്ളത്തിന് മാറ്റം വരും. അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാകണമെന്നില്ല. മനസ്സിലായാലും അത് രീതിയിൽ ജോലി എടുക്കണമെന്നുമില്ല.
ഇപ്പോൾ 23-ാം തീയതി ഒരു കാറ്റ് വന്ന് ഞാനപ്പോൾ മലപ്പ പോലെ നിൽക്കുക. കാറ്റ് വന്നിട്ട് ബോട്ട് ഓടിക്കാൻ വയ്യ. മലപ്പ പോലെ 250 മാറി നിൽക്കുക. ബോട്ട് ഓടിക്കാൻ വയ്യ. ആ ബോട്ട് പതുക്കെ അവകാശം ആ കാറ്റിൻ്റെ വശം നോക്കി മനസ്സിലാക്കി ബോട്ട് കരയ്ക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് രാത്രി 8 മണിയായി. ആ ഹാർബറിൽ കയറി ഇവിടുന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ അവിടുത്തെ ചീഫ് ഓഫീസറെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആളുകൾ വന്ന് ഞങ്ങളെ സുരക്ഷിതത്വം തരാനായിട്ട്, അവിടെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ വന്ന് കൊണ്ടുപോയി ഹാർബറിൽ കൊണ്ട് കിട്ടി. പിന്നെ കാറ്റ് മാറിയതിന് ശേഷം കരയ്ക്ക് വന്നത്, കടലിലോട്ട് പോയത്. വീണ്ടും ഈ കാലാവസ്ഥ മാറ്റം വരുമ്പോഴേ അത് ദൈവം നമ്മുടെ മനസ്സിൽ തോന്നിക്കും. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിക്കും, ഇന്ന് ഇവിടെ കാറ്റുണ്ടാവും, അല്ലെങ്കിൽ കോളുണ്ടാവും, അല്ലെങ്കിൽ ഇന്നിവിടെ മീൻ പടത്തില്ല, ഇന്ന് ഈ കടലിന് മീൻ കിട്ടത്തില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിച്ച് നമ്മൾ ഇന്ന സ്ഥലത്തോട്ട് മാറണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. നമ്മൾ ആ വാക്കിന് പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ യുഗത്തിലാണ്. എങ്കിൽ തന്നെയും നമ്മൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. പ്രാർത്ഥനയാണ് എല്ലാത്തിനും മുൻപ് എല്ലാത്തിനും പ്രാധാന്യം പ്രാർത്ഥനയാണ്. എനിക്കിന്നിപ്പോൾ 63 വയസ്സുണ്ട്. ഞാനിപ്പോഴും മീൻ പിടിക്കാൻ പോകുന്നു. വലിയ കുഴപ്പമില്ലാതെ എനിക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഇത് വെച്ചാൽ എനിക്ക് ദൈവം തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ആ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇനിയും മുന്നോട്ട് അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹമാണ്. 2024 നടന്നൊരു സംഭവം. അതിൻ്റെ കാറ്റ് വരുന്നതിൻ്റെ ആ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിഷറീസിൻ്റെ ചീഫ് ഓഫീസർമാരൊക്കെ ഞങ്ങളുടെ ബോട്ടിലുണ്ട്. അപ്പം ഞാൻ അന്തരീക്ഷം കണ്ടു ഞാൻ പറയാം, സാറേ ഈ അന്തരീക്ഷം നമുക്ക് കാറ്റ് വരാനുള്ള അന്തരീക്ഷമാണ്. ഭയങ്കരമായ രീതിയിൽ കാറ്റ് വരും. നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കര എത്തിയാൽ കരവാക്കിന് എത്തണം നമുക്ക് ബോട്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ഇല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങളിവിടെ ഫിഷ് ചെയ്യാൻ പറഞ്ഞു. ഫിഷ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനത്തിന് വേണ്ടി അവർ നമ്മളെ കൊണ്ട് ഫിഷ് ചെയ്യിപ്പിച്ച്. ഫിഷ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 6:30 മണിയായപ്പോൾ ഒരു കാറ്റ് തുടങ്ങി. കാറ്റ് തുടങ്ങിയിട്ട് കാറ്റ് 50 ഡിഗ്രിക്ക് മുകളിൽ പോയി. എനിക്ക് മനസ്സിലായി കാറ്റ് വരുമെന്ന് തലേ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ ലാസ്റ്റ് കൈകാരായിട്ട് അടിച്ചു, സാറേ ശ്രാങ്കെ ബോട്ട് എങ്ങനെയെങ്കിലും കര എത്തിക്കണം, നമുക്ക് എവിടെയെങ്കിലും കര എത്തി. ഞാൻ ഇവിടെ ഒരു കരയുമില്ല. അടിച്ച് GPS-ലൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവരേണ്ട ഒരു മാപ്പൊക്കെ എടുത്ത് ചളന്ന് നോക്കി മലപ്പ പോലെ നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ എത്ര മണിക്കൂർ ഓടണമെന്ന് അടിച്ച് നോക്കിയപ്പം 12 മണിക്കൂർ ഓടിയാലേ അവിടെ കര എത്തത്തുള്ളൂ. അങ്ങനെ ബോട്ട് അവിടെ നിന്ന് 8 മണിക്ക് രാവിലെ 8 മണിക്ക് വിട്ട ബോട്ട് രാത്രി 8 മണിയായപ്പോഴാണ് മലപ്പ ഹാർബറിൽ കയറുന്നത്. അപ്പോൾ 50 ഡിഗ്രിക്ക് മുകളിൽ പോയ കാറ്റ്. 50 ഡിഗ്രിക്ക് മുകളിലെന്ന് പറഞ്ഞാൽ ബോട്ട് നിർത്താൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിന്ന് പായുക, ആഹാരം വെച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം കാറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു, കാറ്റ് വരാനുള്ള അന്തരീക്ഷമായി കാണിക്കുന്നത്, നമുക്ക് ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ഈ ചീഫ് ഓഫീസർമാർ പോലും കേട്ടില്ല, നമ്മുടെ പറഞ്ഞ വാക്കുകൾ കേട്ടില്ല. പക്ഷെ കാറ്റ് വന്നപ്പോൾ അവർ സമ്മതിച്ചു. നമ്മൾ നല്ല കണക്കൂടലുള്ള ശ്ലാഘ. ഞാൻ പറയാം, കണക്കൂടലല്ല, ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞ് നമ്മൾ കര വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുമ്പൊക്കെ ഒരുപാട് പ്രാവശ്യം ചുഴലിക്കാറ്റ് പിടിക്കുകയും കാറ്റ് വരുന്നത് നമ്മൾ കണ്ടിട്ട് വലയെടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട്. ബോട്ട് നിറച്ച് വെള്ളം കയറി ഷീറ്റുകളായിപ്പോയി. വെള്ളം കയറിയ ബോട്ടുമായിട്ട് 32 മാറിയെന്ന് ഓടിച്ച് കര വന്ന് കൊണ്ട് കയറ്റിയിട്ടുണ്ട്. കളഞ്ഞണമെന്നല്ല ബോട്ട്. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ ദൈവ വിളിയിൽ മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പരിശുദ്ധ അമ്മ എന്നെ കാത്ത് പരിപാലിച്ചിട്ടുണ്ട്. 91-ൽ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബോട്ടിൽ പോകുന്ന സമയമാണ്. എൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ ബോട്ടിൽ, ത്രേസ്യാമ എന്ന് പറഞ്ഞ ബോട്ടിൽ പോകുന്ന സമയമാണ്. ബോട്ടിറക്കിയിട്ട് 3-ാമത്തെ ആഴ്ചയിലാണ് കടലിൽ പോയി. ഭയങ്കര കടൽ കാറ്റും. ബോട്ട് പണിക്ക് കയറിപ്പോയിട്ട് കടലിൽ ചെന്ന് വലയിട്ടപ്പം ബോട്ടിൻ്റെ ഷീറ്റുകളായിപ്പോയി.
വല വിട്ടതേ ഉള്ളൂ, ഷീറ്റിളകി പോകുന്ന കണ്ട് കള്ളിക്കകത്ത് കുറച്ച് വെള്ളം കിടക്കുന്നു, വല കൊത്തിക്കളായിട്ട് ഓടി. വെള്ളം കോരിയിട്ട് പറ്റുന്നില്ല. എല്ലാവരും കൂടെ വന്ന് ജോലിക്കാരെല്ലാം പറയും ബോട്ട് താന്ന് കൂടാൻ നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ഇല്ല, നിങ്ങൾ വെള്ളം കോരാന്ന് പറയും. ഭയങ്കര കടലുമുണ്ട്. ആ ബോട്ട് അഴിക്കകത്ത് കൊണ്ടുവന്ന് കരക്ക് കയറ്റിയത് എൻ്റെ കഴിവല്ല, പരിശുദ്ധ അമ്മ മാതാവേ പടത്തിനെ തൊട്ട് മുത്തിക്കൊണ്ട് ഞാൻ പറയാം, മാതാവേ ഈ വാഹനം പുതിയതാണേ, ഇതെനിക്ക് കരക്കൊണ്ടെന്ന് കൊടുക്കാനിടയാക്കണേന്ന് പറയും. ഈ വാഹനം കരക്കൊണ്ടെന്ന് അമ്മയെ മാതാവേ അമ്മയുടെ അമ്മ ഈ വാഹനം കൊണ്ടുവന്ന് കര കൊടുക്കാൻ ഇതിൻ്റെ ഉടനെ കൈ ഇടപ്പിക്കാൻ എന്നെ ഇടയാക്കണേന്ന് പറയാം. ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പടമാണ് ഫോട്ടോയുള്ളത്. അത് തൊട്ടുമുത്തി വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ പടമുണ്ട്. തൊട്ടുമുത്തിക്കൊണ്ട് ഓട്ടോ ഓടിച്ച് ആ വാഹനം കരക്കൊണ്ടെന്ന് കൊടുത്ത് പിന്നെ പണിക്ക് പോകുന്നതിന് മുമ്പേ ഈ രണ്ട് സ്ഥലത്തും ഒരു പോയി വേളാങ്കണ്ണിയിലും പോയിട്ട് വന്നാൽ പിന്നെ പണിക്ക് പോകുന്നത്. ഇനി ഞാൻ വിളിച്ച വിളി അവർ രണ്ടുപേരും കേട്ട് നമ്മളെ വിശ്വാസമാണ് സഹായിച്ച് നമ്മളെ കര കൊണ്ടുവന്ന് നമുക്ക് ആ ബോട്ട് കൊണ്ടുവന്ന് കര കയറ്റി പണി തീർത്തിറക്കുന്നതിന് മുമ്പേ വേളാങ്കണ്ണി പോയിക്കൊണ്ട് വന്ന് നമ്മൾ അങ്ങനെയൊക്കെയുള്ള വിശ്വാസം. ദൈവം നമ്മളെ ഒരുപാട് ആപത്തുകളിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ നമ്മളെ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുമകളുടെ ആദ്യ കുർബാന കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോവുക. ജോലിക്ക് പോയി ആദ്യത്തെ 1-2 ദിവസം, ഒരു ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം വാഹനത്തിൽ കാറ്റ് പിടിച്ച് വാഹനം പൊക്കി മേളിലോട്ട് കൊണ്ടുപോയി താഴോട്ട് ഇട്ട്. അന്ന് പഴയ കാലത്ത് തടി ബോട്ടൊക്കെയാണെങ്കിൽ ബോട്ട് പൊളന്ന് താണു പോകും. ഇരുമ്പ് ബോട്ടായതുകൊണ്ട് എന്തോ ഞങ്ങളെ ദൈവം കാത്തു പരിപാലിച്ചതാണെന്ന് തോന്നുന്നു. ഒരാപത്ത് ഞങ്ങൾക്ക് വന്നില്ല. എല്ലാ ആളുകളും പേടിച്ച്, 10 ആളുകളുണ്ട്, 10 ആളും പേടിച്ച്, ഞാനുൾപ്പെടെ പേടിച്ചു പോയി. ഒരു ആപത്തും വരാതെ ദൈവം കാത്തു പരിപാലിച്ച് അവിടുന്ന് ഞങ്ങൾ ജോലിയായിട്ട് പിന്നെ ഒന്നും കിട്ടിയില്ല. പിന്നെ പേടിച്ച് പോയാണ്ട് പിന്നെ ജോലിയായിട്ടൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഭയങ്കരമായ കാറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത് നിൽക്കുന്ന ബോട്ടിനങ്ങ് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് മാത്രം കാറ്റ് പിടിച്ച്. കാറ്റ് പോയി മേളിലോട്ട് കൊണ്ടുപോയി താഴോട്ടുണ്ട് വിചാരിച്ച് ബോട്ട് താഴ്ന്നു പോകാൻ പോയാൽ നമ്മളെല്ലാം പോകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ കാത്തിട്ടുണ്ട്. ജോലിക്ക് പോയപ്പോഴേ അന്ന് ഈ എക്കോ സൗണ്ടറോ GPS ഒന്നും ഉള്ള കാലഘട്ടമല്ല. ആ കാലഘട്ടത്തിൽ ബോട്ട് ഓടിപ്പോകുമ്പോൾ ഒരു കപ്പൽ കാണാം, ഒരു വെട്ടം കാണാം. വെട്ടത്തിൻ്റെ എതിർവശം നിർത്തി ഓടിക്കുക. അപ്പോൾ ഈ കപ്പലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്ത് വരുന്ന സാധനമാണ്. നമ്മുടെ ബോട്ടൊന്നും അന്ന് ഈ ഇതണക്ക് ചൈന എഞ്ചിനൊന്നും അല്ല, സാധാ ലൈലൻഡ് എഞ്ചിൻ്റെ ബോട്ടാണ്. ആ ബോട്ടിന് മുമ്പശം കപ്പൽ വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അവർ ലൈറ്റ് അടിച്ച് കാണിക്കുക നമ്മുടെ അടുത്ത് കിഴക്കോട്ട് മാറാൻ. കിഴക്കോട്ട് മാറ്റാൻ കപ്പലുകാർ നമ്മളെ ലൈറ്റ് അടിച്ച് കാണിച്ചു തരിക. എന്ന് ഈ നമുക്ക് അതിനുള്ള ഇതൊന്നുമില്ല, വയർലെസ്സോ കാര്യങ്ങളോ ഉള്ള കാലഘട്ടമല്ല. ഇന്നാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന് നമ്മൾ കിഴക്കോട്ട് മാറി അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറി ജസ്റ്റ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ. നമ്മളെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അന്ന് കപ്പലിൻ്റെ അപകടത്തിൽ നിന്ന്. പിന്നെ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയം എൻ്റെ ചേച്ചിയുടെ മോന ബോട്ട് ഓടിക്കുന്നത്. അപ്പം അവനെന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടെത്താനും ഈ കപ്പലിൽ മുമ്പശം വന്ന് കണ്ടപ്പോഴേ ഞാൻ ഉണർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ദൈവം എൻ്റെ മനസ്സിൽ ഇടപെട്ടതിൻ്റെ പേരിലാണ്, എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ പേരിലാണ് അന്ന് ഞങ്ങൾ 6-7 ആളും ആ വാഹനവും രക്ഷപ്പെട്ടതും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കരുതലാണ്. കൈ പിടിച്ച് നടത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ എന്നെ ഉണർത്തി ആ കപ്പലിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി മാറ്റി വെച്ചത് ദൈവമായിട്ടാണ്. ദൈവം തന്നൊരു കഴിവാണ്. പ്രകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നേരത്തെ കൂട്ടി ദൈവം നമുക്ക് മനസ്സിലാക്കി തരിക. ഇന്ന ആ അന്തരീക്ഷം, ഇന്ന അപകടം വരാൻ പോയാൽ, ഇന്ന സംഭവം വരാൻ പോകുക, അല്ല കാറ്റ് വരാൻ പോകുന്നു, അല്ല വെള്ളത്തിലൊരു മാറ്റം വരാൻ പോകുന്നു, പ്രകൃതിക്ഷോഭം വരാൻ പോകുന്നു. നമുക്കത് മനസ്സിലാക്കാൻ ദൈവം തന്നൊരു കഴിവാണ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടേ ഞാൻ അതിനെ കരുതുന്നുള്ളൂ. പല അപകടങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ പോയ സമയത്ത് ഞാൻ കടലിൽ നിന്ന് ഓടി കരവരിക. ഈ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ കരവരിക. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഓടി കരവരും. പല അനുഭവങ്ങളും പല സാഹചര്യങ്ങളിലും
നമ്മൾ പറഞ്ഞാൽ ചിലർ വിശ്വസിക്കത്തില്ല. അത് അവർക്ക് അനുഭവത്തിൽ വരും, മനസ്സിലാകും. എൻ്റെ ചേട്ടന്മാർ, ഞാനിപ്പോൾ പോകുന്ന പോട്ടുമലയുടെ ചേട്ടൻ, പുള്ളി 68 വയസ്സാണ്. പുള്ളി വിളിച്ച് ചോദിക്കടാ, ആ ഒരു ഇരുള് എന്താടാ അതിനകത്ത് വല്ല കാറ്റ് വല്ലം വരുന്നതാണോടാ? നമ്മുടെ എന്നെയൊക്കെ മീൻപിടുത്തം കൂടുതൽ പിടിച്ചാളല്ലേ, അറിയത്തില്ലേ? എടാ നിൻ്റെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല, നീ പറയടാന്ന് പറയാം. ചോദിച്ചിട്ട് രണ്ടുപേരോടെ ഓടി മാറും. രണ്ടുപേരും വിളിച്ച് പറയാൻ, നമ്മുടെ കൂട്ടുകൂട്ടുകാരടുത്തൊക്കെ വിളിച്ച് പറയാനിട്ടാ കാറ്റ് വരാൻ പോയാൽ മാറ്, വലയിടത്തിന് വലയിടത്തിന് നമുക്ക് കിഴക്കോട്ട് ഓടി മാറാം, അല്ലെ നമുക്ക് അടുത്ത ഹാർബറിൽ കയറാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ പറയുന്നത് ചിലർ കേൾക്കുകയും ചെയ്യും. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജോളി എന്നാണ്. എനിക്ക് നല്ലൊരു കുടുംബം ദൈവം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എനിക്ക് 3 മക്കളായിരുന്നു, 3 പെൺമക്കളാണ്. മൂത്ത ആളുടെ പേര് ദിവ്യ, രണ്ടാമത്തെ ആളുടെ പേര് ജോവിസ്, മൂന്നാമത്തെ ആളുടെ പേര് സെൽമ. ഈ 3 പെൺമക്കളെയും എൻ്റെ നാട്ടിൽ അടുത്തടുത്ത് തന്നെ ഞാൻ വിവാഹം കഴിച്ചയച്ചത്. അവരുടെ ഭർത്താക്കന്മാരും നല്ല 3 മക്കളാണ് എനിക്ക് തന്ന ദൈവം തന്നത്.